ഇന്ന് ആഗസ്റ്റ് 18. അപ്പോൾ ചെറുതായിട്ട് ഒരു മഴ പെയ്യുന്നുണ്ട്. നിങ്ങളപ്പോൾ ചോദിക്കും എന്നോട്, നിനക്കിതെന്താ ചെറുതായിട്ട് പ്രാന്താണോ? ഇത് ഈ മഴയത്തും ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ പ്രാന്തല്ല, ഇത് മറ്റു ചിലരുടെ പ്രാന്തിനെ പറ്റി പറയാനാണ്. നമ്മുടെ മലയാളികൾക്കിടയിൽ, ചില മലയാളികൾക്കിടയിൽ പെടുന്ന മറ്റു ചിലരെ ഉണ്ടായ ചില പ്രാന്തുകളെ പറ്റിയിട്ട്. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മുടെ പുകവലി വിരുദ്ധ സന്ദേശമൊക്കെ വരുമല്ലോ, ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നഗരത്തിന്, ഈ നമ്മുടെ ആളുകൾക്ക് എന്തു പറ്റി? ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിലുള്ള മലയാളികൾ, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ആരെങ്കിലും ഒന്ന് കുറച്ചൊന്ന് ഫേമസ് ആയാൽ, അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിലൊന്ന് അവാർഡഡ് ആയാൽ, നല്ല റെക്കഗ്നീഷൻ ആയാൽ, അതിൻ്റെ വാർത്തകളുടെ അടിയിലും അവരുടെ പ്രൊഫൈലിൽ വരുന്ന ഫോട്ടോയ്ക്ക് അടിയിലൊക്കെ പോയിട്ടും നമ്മളിൽ ചില മലയാളികൾ ഇടുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സഹിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ എന്താ സദാചാര പോലീസാണോ? സദാചാര പോലീസല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹം വയനാട് ദുരന്തത്തിൽ CMDRFലേക്ക് അദ്ദേഹത്തിൻ്റെതായ സംഭാവന കൊടുക്കാത്തതിന് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുറച്ച് ആൾക്കാർ വൈകിക്കഴിഞ്ഞപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയേ കൊടുത്തുള്ളൂ എന്ന് ചില ആളുകൾ, അദ്ദേഹം പോവാത്തതിന് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതിന് വല്ലാത്ത രീതിയിൽ, അത് നമ്മളാരും സഹിക്കാത്ത രീതിയിൽ കുറ്റം പറയുന്ന ചില യൂട്യൂബർമാരടക്കമുള്ള ചില ആളുകൾ, നമ്മൾക്കിതെന്താണ് പറ്റിയത്, നമ്മൾ സോ കോൾഡ് വിദ്യാഭ്യാസത്തിനെയും എല്ലാ കാര്യത്തിലും സാമൂഹ്യ നിലവാരത്തിലും ജീവിതത്തിലും ഒക്കെ ഉന്നതിയിൽ നിന്ന് അവകാശപ്പെടുന്ന മലയാളികൾക്ക് ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കണ്ടത് ഒരു യൂട്യൂബർ, ഒരു ഇൻഫ്ലുവൻസർ ട്രക്ക് ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുന്ന, അവരുടെ യാത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, അവരുടെ എന്തെങ്കിലും വാർത്ത വന്ന് അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇതുമാതിരി ചൊറിയുന്ന കമൻ്റ് ഇടുന്ന മലയാളികൾ, നിങ്ങൾക്കിതെന്താണ് സംഭവിച്ചത്? നമ്മുടെ മലയാളികൾക്കും നമ്മുടെ സ്വഭാവ ഗുണങ്ങൾക്കും എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഇന്ത്യയിൽ ആദ്യമായിട്ട് 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വന്ന യൂട്യൂബർ ഇൻഫ്ലുവൻസറുടെ വാർത്തയ്ക്ക് കീഴിൽ വരുന്ന കമൻറ്റുകൾ. ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ എന്തോ ഒരു പ്രൊഫൈലിൽ വന്ന ഒരു ഫോട്ടോയ്ക്ക് താഴെ വൃത്തികെട്ട രീതിയിൽ പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ കമൻ്റ് ഇട്ട ഒരു യൂസറെ പറ്റിയിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മലയാളികൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ അസഹിഷ്ണുതയൊക്കെ വെച്ചിട്ട് നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നിങ്ങളിത് ആലോചിക്കുക. ഓക്കെ, ബൈ.